അടുത്ത ഒന്ന് അതെന്താ? സിലത്തുർ റഹിം. ഒരു മഹ്മൂദ് ഹാജിനെ കുറിച്ച് പറയുന്ന വർത്താനം, നാട്ടുകാര് പെങ്ങന്മാരെ പൊന്നുപോലെ നോക്കിയ ഹാജിയാരാണ്. എന്ത്? പെങ്ങന്മാരെ പൊന്നുപോലെ നോക്കിയ ഹാജിയാരാണ്. ഒരാൾക്ക് 3 സഹോദരിമാരുണ്ടായി. ആ 3 പെങ്ങന്മാരെ ഒരാൾ വേണ്ട പോലെ പരിഗണിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ അവർ, ഈ 3 പെങ്ങന്മാർ, ഈ ആങ്ങളക്ക് വേണ്ടിയിട്ട് നരകത്തുനിന്ന് കാവലിക്കും അത്ര. എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങളനെ നരകത്തിലേക്ക് പോകാൻ വിടൂല. കുന്നലഹുന്ന ഹിജാബം മിനന്നാർ. ആ മനുഷ്യന് നരകമില്ല. 3 പെൺകുട്ടികളെ അല്ലെങ്കിൽ 3 പെങ്ങന്മാരെ ഒരാൾ പരിഗണിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ അയാൾക്ക് നരകമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നല്ലോണം പരിഗണിക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അവിടുത്തെ അസ്നൽ മത്വാലിബിൽ ജ്യേഷ്ഠത്തിയെ ഉമ്മാനെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കണം. പ്രത്യേകിച്ച് മൂത്ത ഇത്താത്തെ, മൂത്ത പെങ്ങളെ നല്ലോണം പരിഗണിക്കണം. നമ്മൾ അവരുടെ ടെൻഷൻ മാറ്റി കൊടുക്കണം. കടബാധ്യത ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അവരെ കല്യാണം കഴിപ്പിക്കലോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നതിന് പകരം അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പരിഹരിക്കണം. നിന്റെ ഭാര്യക്ക് പർദ്ദ വാങ്ങിക്കൊടുക്കുമ്പോൾ പെങ്ങൾക്കൊരു പർദ്ദ കൊടുക്കണം. പെങ്ങളെ മക്കളെ പ്രത്യേകം പരിഗണിക്കണം. മോനെ, നരകമോചനത്തിന്റെ വഴികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള മൂത്ത പെങ്ങളാണ് ഷൈമ ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താരാട്ട് പാടിയിട്ട് ഉറക്കിയ മഹദിയ. ആ മഹദിയെ കുറേ കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ കുടുംബ ബന്ധത്തിലുള്ള പെങ്ങളല്ല, മുലകുടി ബന്ധത്തിലുള്ള പെങ്ങളാ. ആ ഷൈമ ബീവിയെ കണ്ടപ്പോൾ ഒട്ടകം, ആട്, മറ്റു സമ്മാനങ്ങൾ എല്ലാം വാരിക്കോരി കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. പെങ്ങന്മാരെ പരിഗണിക്കണം, ഏട്ടത്തിനെ ഇത്താത്തനെ പരിഗണിക്കണം. നാട്ടില് സംഘടനാ സാന്ത്വന പ്രവർത്തനമൊക്കെ ശരി, നല്ല തന്നെ. ഇത്താത്തക്ക് നമ്മളെ കുറിച്ച് നല്ല വർത്താനം ഉണ്ടാവണം. ആരും അറിയാതെ ഇത്താത്തക്കൊരു ക്യാഷ് നമുക്ക് കൊടുക്കണം. ആരും അറിയണ്ട. ഇത്താത്തൻ്റെ ഭർത്താവിന് വിഷമുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന ബീവി സ്വതക്ക ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പെങ്ങക്കാ കൊടുത്തിനെങ്കിൽ കുറച്ചും കൂടി വലിയ കൂലി കിട്ടുമായിരുന്നു. കണ്ടോ, പെങ്ങന്മാരെ പരിഗണിക്കണം എന്നായി പറയുന്നതിൻ്റെ അർത്ഥം. ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചല്ലോ, എൻ്റെ പെങ്ങൾ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, വീട്ടാതെയാണ് മരണപ്പെട്ടു പോയത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ പെങ്ങൾക്ക് കടമുണ്ടെങ്കിൽ വീട്ടിയാൽ വീടൂലേ? വീടും. എന്നാൽ പിന്നെ ഹജ്ജ് പെങ്ങളുടെ പേരിൽ ചെയ്തോളി. കണ്ടോ, കണ്ടങ്ങള് ഇത്താത്തനെ പരിഗണിക്കണം. ഈ വയത് കേൾക്കുന്ന ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതാ, എൻ്റെ പെങ്ങളെ ഞാൻ പരിഗണിക്കാറുണ്ടോ? ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒരു കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ വലിയ പ്രയാസത്തിലായതായി ആ കാലത്തെ സ്വാലിഹായ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, എന്താ കാര്യമെന്ന്. എൻ്റെ പെങ്ങളെ ഞാൻ വേണ്ട പോലെ പരിഗണിച്ചിട്ടില്ല, അതാണ് ഞാനിങ്ങനെ കുടുങ്ങിപ്പോയത്. അസ്നൽ മത്വാലിബ് ഫി സുലത്തിൽ അർഹാമി വൽ അഖാരിബ് എന്ന കിതാബിൽ ചരിത്രമുണ്ട്. ഹാഫിള് ദഹബിയും അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്താത്തനെ പരിഗണിക്കണം, ജ്യേഷ്ഠനെ പരിഗണിക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് എന്താ? ഇക്കാക്കെ ജ്യേഷ്ഠനെ ഉപ്പാനെ പരിഗണിക്കുന്ന പോലെ പരിഗണിക്കണം. ഓനെന്തിനാ എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത്? ഓനെന്തിനാ എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത്? അങ്ങനെയൊന്നും പറയരുത്. ഓൻ തുടങ്ങിയ ബിസിനസ്സിനെ ഞാൻ ഇതിനെ സഹായിക്കേണ്ട ആവശ്യം? ഞാൻ 1000 വട്ടം പറയും തുടങ്ങണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഉപ്പ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് കുടുങ്ങിയാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യോ? ഉറപ്പല്ലേ? അപ്പം പിന്നെ ജ്യേഷ്ഠനെയും പരിഗണിക്കണം. ചില ആൾ നാട്ടുകാർക്ക് ഭയങ്കര സേവനമായിരിക്കും, ജ്യേഷ്ഠന്മാരോട് ബന്ധം ഉണ്ടാവില്ല, അനുജനോട് ബന്ധം ഉണ്ടാവില്ല, ഇത്താത്തനോട് മിണ്ടൂല. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമ്മുടെ ഇത്താത്ത നമ്മുടെ ജീവനാവണം. ഇതാണ് ഇസ്ലാം. പെങ്ങന്മാരെ പരിഗണിക്കണം. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചില ആൾക്കാർ കുടുംബത്തിൽ തന്നെ ഉള്ള പാവങ്ങളെ സഹായിക്കൂല, നാട്ടുകാരെ നന്നായിട്ട് സഹായിക്കുകയും ചെയ്യും. അത്തരം ആൾക്കാരുടെ സ്വതക്കകൾ, ഹദിയകൾ സ്വാലിഹീങ്ങൾ, സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല. ഇമാം ഷഹറാനി അവിടുത്തെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ആ സ്വതക്ക അവർ സ്വീകരിക്കാറില്ല. കാരണം ഏറ്റവും കൂലിയുള്ള പെങ്ങൾക്ക് കൊടുക്കാൻ അവർക്ക് സന്മനസ്സില്ല. നാട്ടിൽ എന്തെങ്കിലും കെട്ടിടം എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സംഭാവന, സർ 25 സ്ക്വയർ ഫീറ്റ്. ആ പെങ്ങൾ മൂത്ത ഇത്താതെ 2 അറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടാവും, അത് സഹായിക്കൂല. 5 തക്കാഫുൽ ശരി, നല്ലേനെ. അയാളുടെ സ്വന്തം ജ്യേഷ്ഠത്തിന്റെ മക്കളുടെ ഫീസ് അടക്കാൻ ആ പെങ്ങൾ പെടാപ്പെടൽ വിടുന്നുണ്ടാവും. അപ്പോഴാണ് അയാൾ നാട്ടുകാർക്ക് ഭയങ്കര സേവനം. അതൊക്കെ ഒരു ഹവൻ നഫ്സിന്റെ വർക്കൗട്ട് ചെയ്യുന്ന പരിപാടിയാ. ഷെഹറാനി ഇമാം ബഹ്ജത്തുൻ നുഫൂസിൽ അത് പറയുന്നുണ്ട്. അപ്പൊ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്.
മഹമ്മൂദാജി മരിച്ചോട്ടോ. ഏത് മഹമ്മൂദാജി? ഏത് മഹമ്മൂദാജിന്നോ? 5 പെങ്ങന്മാര് കല്യാണം കഴിക്കണവരെ സ്വന്തം കല്യാണം ഹോൾഡ് ചെയ്ത് വെച്ച് 5 പെങ്ങന്മാരെയും പൊന്നുപോലെ നോക്കിയ ആ ഒറ്റ സർട്ടിഫിക്കറ്റ് മതി മൂപ്പർക്ക് രക്ഷപ്പെടാൻ. അത് മതി. ഇളയമാനെ പരിഗണിക്കണം. ഉമ്മാന്റെ അനിയത്തിന അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മീന, ഉമ്മാന്റെ സ്ഥാനത്താണ് മൂത്തമ്മ ഇളയമമാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഒരു ചർച്ചയുണ്ട് ഫിഖഹിൽ. എന്താ ചർച്ച? ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഇളയമ മൂത്തമ്മാനെ ബുദ്ധിമുട്ടിച്ചാൽ ഉണ്ടാവോ ഇല്ലയോ? ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയുന്നു ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം ഉണ്ടാവോ? ഉണ്ടാവോ? ഉണ്ടാവില്ല. ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാ പറയാ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം ഈ ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ. പ്രബലാഭിപ്രായം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞെടുത്താണ് ഉള്ളതെങ്കിലും അത്രയും ഇമാമിങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ വിഷയത്തിന്റെ ഗൗരവത്രയായിരിക്കും. കുടുംബത്തെ പരിഗണിക്കണം. നാട്ടുകാർ കമന്റ് പറയണത് അതാ, കുടുംബം നോക്കുന്ന ആളായിരുന്നു. അടുത്തത്